ഫ്രണ്ട്സ്, നമ്മൾ നാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊന്നും നമ്മളെ പറവകളെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കണേ. അതുപോലെ തന്നെ നമ്മളെ പറവകളെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കണേ. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് പിന്നെ തൊപ്പിയിട്ട് ഇപ്പോൾ കാണുന്ന സംഭവമൊന്നുമില്ല. നമ്മൾ കുറച്ച് മുടിയൊക്കെ വെട്ടി നല്ല ഇതിലേക്ക് കുറച്ച് പോയി. അപ്പം ഇപ്പം എല്ലാത്തൊരു കഷ്ടമായി പോയി, ഭയങ്കര ബോറായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തൊപ്പിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. വേറെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറവകളെ ഇപ്പോൾ വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മളെ പറവകളിപ്പം നമ്മൾ പറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കാണിച്ചും തരാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ ലോഫ്റ്റിൽ തന്നെ ഇപ്പം കുഞ്ഞന്മാരെ ഇറങ്ങി, നമ്മൾ കുഞ്ഞന്മാരെ കാണിച്ചിരുന്നു. കഴിഞ്ഞ ഇതിൽ കുഞ്ഞന്മാരെ ഇറങ്ങി തുടങ്ങി, വിരിഞ്ഞു തുടങ്ങിയിന്. അപ്പം അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കുകൾ വരുന്നത്. 2 ചിക്കുകളാണ് വരുന്നത്. അപ്പോൾ ഒന്ന് അത്യാവശ്യം സൈസ് ഉണ്ട്, ഒന്ന് അത്യാവശ്യം സൈസ് കുറവാണ് ഇതിന്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വിരിഞ്ഞ ചിക്കും. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ ഈ 2 ചിക്കുകൾക്ക് ക്യാങ്കർ വന്നേ. ഇപ്പോൾ അതെന്താ വെച്ചാൽ ക്യാങ്കർ പറഞ്ഞാൽ ഇപ്പം പ്രാവുകളെ മേടയിൽ വരുന്ന അസുഖം. മേടയല്ല, സാധാരണ വായയിലും വരലുണ്ട്. ഒരു പുണ്ണ്, സാധാരണ ഒരു വായ്പുണ്ണൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ പുണ്ണ് വരുന്ന സംഭവമാണ് ക്യാങ്കർ. അപ്പം അത് അങ്ങനെ പ്രാവിന് 2 ചിക്കക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് ഇപ്പോൾ മേടേൻ്റെ ഇവിടെ ആയിട്ടാണ് ക്യാങ്കർ വന്നിനി. അപ്പം അതുകൊണ്ട് ഫുഡൊന്നും കൊടുക്കാൻ കഴിയണമെന്നില്ല ഇനി. അപ്പോൾ അതിൽ രണ്ടാക്കും ക്യാങ്കർ വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഫുഡൊന്നും പറഞ്ഞ പോലെ തന്നെ കൊടുക്കാനൊന്നും കഴിയണമില്ല. കാരണം ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ പാരൻസിന് ഫീഡ് ചെയ്ത് കൊടുത്താൽ സാധാരണ പാരൻസ് കൊടുക്കണേ. പക്ഷേ പാരൻസ് കൊടുക്കുകയാണെങ്കിലും അതിന് വല്ലാണ്ട് ഇറങ്ങണം, മേടേക്കൊന്നും ഇറങ്ങില്ല. സംഭവം പ്രശ്നം എന്താ വെച്ചാൽ ഫുഡൊക്കെ ഇവിടെ ബ്ലോക്കാവും. നമ്മളെ ഈ അതിൻ്റെ നെക്കിൽ ബ്ലോക്കാവും, മേടയിലേക്ക് എത്തൂല, ക്രോപ്പിലേക്ക് ഫുഡ് എത്തൂല. ഫുള്ള് എന്താണ് നെക്കിൽ ബ്ലോക്കായി കിടക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ അറ്റിയുടെ സൈസും വല്ലാണ്ട് വലിപ്പമില്ല. ഒന്നാമത് എന്താ വെച്ചാൽ ക്യാങ്കർ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തരം ഇതാണ്, ഇതൊരു വളരനെയാണ്. നമ്മളെ പ്രാവിൻ്റെ ക്രോപ്പിൽ സാധാരണ വായലൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് വായലല്ല വരുന്നത്, ഇത് ക്രോപ്പിലാണ് വരുന്നത്. അപ്പം അങ്ങനെ വളരുന്നതാണ്. ചില കേസിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലേ, ചിലപ്പോൾ ആ പ്രാവ് കുറച്ച് കഴിയുമ്പം ചാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഫുഡൊന്നും മര്യാദയ്ക്ക് കൊടുക്കാൻ കഴിയാതെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മളെ മെയിൻ പറവ സെറ്റ് ഉണ്ട്, നമ്മൾ കാണിച്ചിരുന്നത് നമ്മളെ സബ്ജക്ട് സെറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ആ സബ്ജക്ട് സെറ്റ് ഉണ്ട്. ആ സബ്ജക്ട് സെറ്റിൻ്റെ എന്താണ് ഫസ്റ്റ് കുട്ടി നമ്മളെടുത്ത്, ആ കുട്ടി ഇപ്പം പറക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാമത്തെ സെക്ഷൻ നമ്മളെടുത്ത്, പക്ഷേ ആ രണ്ടാമത്തെ സെക്ഷനിൽ 2 കുട്ടികൾ വിരിഞ്ഞ്. അതിൽ അന്ന് 2 കുട്ടികൾ വിരിഞ്ഞാൽ ഒരു കുട്ടി ഫസ്റ്റ് തന്നെ ചത്തും ചെയ്ത്. എന്താണെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് തന്നെ ചത്തും ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടേന്, ആ കുട്ടിക്ക് ഇതേമാതിരി ലേശം വലിപ്പം വെച്ച് വന്നപ്പോഴാണ് സംഭവം ഇത് ഫുഡ് ഇതേപോലെ തന്നെ ഇറങ്ങണില്ല. സംഭവം എന്താ, അതിനും ക്യാങ്കർ വന്നതിന് ശേഷം. പക്ഷേ നമുക്കറിയില്ലേനി ഇത് ക്യാങ്കറാണ് എന്താണെന്നല്ല, ഫുഡ് കൊടുക്കാനും കഴിയില്ല. എന്താണെന്ന് നമ്മളിപ്പോൾ ഫുഡ് ഫീഡ് ചെയ്യുക, അപ്പം പെട്ടെന്ന് അതുണ്ടാവും, ബ്ലോക്കായി കിടക്കും. അപ്പം ഫുള്ള് നെക്കൊന്നാകെ തടിച്ച് കിടക്കും, ശ്വാസം എടുക്കാൻ കഴിയാത്തവർക്ക് ശ്വാസം എടുക്കണൊക്കെ എയർ ഉള്ളിൽ കുടുങ്ങുക. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഈ ക്യാങ്കർ വന്നു കഴിഞ്ഞാൽ. സാധാരണ ക്യാങ്കർ വന്നാൽ ചിലത് എല്ലാവരും പറയും വീട് ചത്തവും, അങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത് പറഞ്ഞത്. അപ്പോൾ നമ്മളപ്പോൾ ഇപ്പോൾ ഇതിൽ ഈ വിരിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ ഈ 3ാമത്തെ സെക്ഷനാണ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ. അപ്പം ഇതിനും ഇതേപോലെ തന്നെ ക്യാങ്കർ വന്നത്. സാധാരണ ഇത് വരിക പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഫുഡിൻ്റെ ഇൻഫെക്ഷൻസ് അങ്ങനെയാണ് വരിക. പക്ഷേ ഇത് നമ്മൾ പ്രോപ്പറായിട്ടാണ് കൂട് നല്ല ക്ലീനിലാണ്, അതേപോലെ തന്നെ ഫുഡ് കൊണ്ടുപോകണേ. പക്ഷെ എന്താ അത് വരാൻ കാരണം നമുക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിത് ഇതാക്കിയാണ്. അതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ എല്ലാവരോടും മെഡിസിൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അത്യാവശ്യം ഇമ്പോർട്ടഡ് മെഡിസിനാണ് ഒരു മെയിനായിട്ട് കൊടുക്കൽ, അപ്പോൾ തന്നെ മാറും. പക്ഷെ ആരെ കയ്യിലും അത് ഇല്ല എന്നാണ് ഓല് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേ അതിനെക്കുറിച്ച് നോക്കി, കുറേ ഗൂഗിളിൽ നമ്മളെ ChatGPT ഒക്കെ നമ്മൾ കുറേ അടിച്ചു നോക്കി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമുക്കൊരു മെഡിസിൻ കിട്ടി. നിങ്ങൾക്ക് ആ മെഡിസിൻ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇതാണ് നമ്മൾ ആ ഗുളിക വരുന്നത്. ഇതിൻ്റെ പേരാണ് മെട്രോ നൈഡസോൾ പറഞ്ഞൊരു ടാബ്ലറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിന് അതിലിപ്പോൾ 2 3 രൂപയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ആ ക്യാങ്കറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. എന്താണ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം. അപ്പോൾ നമ്മൾ ഒരു ടാബ്ലറ്റ് ഫുള്ള് കൊടുത്തതിന് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ടാബ്ലറ്റ് 4 പീസ് ആക്കുന്നുണ്ട്. 4 പീസ് ആക്കിയതിൽ അതിൽ ഒരു പീസാണ് ഇപ്പോൾ കൊടുക്കണത്. അപ്പം നമ്മളിപ്പോൾ ഇന്നലെയും കൊടുത്ത്, ഇന്നും കൊടുത്ത്, ഇന്ന് രാവിലെയും കൊടുത്ത്, പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്നുകൂടെ കൊടുത്തും ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു നേരമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ മെഡിസിന് നമ്മൾ കൊടുത്ത്, അപ്പോൾ ഇന്നലെയും കൊടുത്ത്, നമ്മൾ ഇന്നും കൊടുത്ത്, ഇന്ന് രാവിലെയും കൊടുത്ത്, ഇപ്പോൾ ഒരു വൈകുന്നേരം നേരം ആയപ്പോൾ ഒന്നുകൂടെ നമ്മൾ ചെറിയ പീസ് നമ്മൾ കൊടുത്തിന്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു നേരം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഒരു നേരം കൊടുത്ത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നോക്കിയപ്പോൾ ചെറിയൊരു നമുക്ക് സാധാരണ നമുക്ക് ഇതിൻ്റെ ക്രോപ്പിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും നമുക്ക് എന്താണ് അതിൽ ഒന്നെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്കിന്ന് പോലെ കുറച്ച് കട്ടി ആയിട്ട് നമുക്ക് തോന്നും.
നമുക്ക് മേടെ തൊട്ട് നോക്കിയാൽ തന്നെ കുറച്ച് കട്ടിയായിട്ട് തോന്നും. അപ്പോൾ ആ കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ക്യാങ്കർ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് രാവിലെ തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് കുറഞ്ഞ പോലെ തോന്നി. സാധാരണ നല്ല ഇതിൽ നല്ല സ്വല്ല ചെയ്ത് നിന്നിനി, പക്ഷേ കുറഞ്ഞ പോലെ നമുക്ക് തോന്നി. അപ്പോൾ പിന്നെ ഇപ്പോൾ വൈകുന്നേരമായി, നമ്മൾ രാവിലെയും ഗുളിക കൊടുത്ത് ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം നല്ല സംഭവം അങ്ങനെ തൊട്ടാൽ പോലും അറിയാത്ത രീതിക്ക് അത് വന്നിന്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏകദേശം നമ്മളിതിപ്പോൾ ഈ ഗുളിക ഏകദേശം റിസൾട്ട് തരുന്നുണ്ട് നമുക്ക് തോന്നിട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും പറയും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മെഡിസിനൊക്കെയാണ് അതിന് കൊടുക്കാന്ന്. പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ പേര് നമ്മളിപ്പോൾ പറഞ്ഞ മെട്രോ നൈഡസോൾ എന്ന് പറഞ്ഞ ഗുളികയാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണ പോലെ തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് റിക്കവർ ആയാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്മൾ എന്തായാലും ടാഗ് ഒന്ന് പറയാം നമ്മൾ എന്താണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഏകദേശം മാറിയാണ്. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതേപോലെ തന്നെ ക്യാങ്കർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഡിസിൻ കൊടുത്ത് നോക്കിയാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കൊടുത്ത് അപ്പോൾ റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പ് പോയി ഈ മെഡിസിൻ്റെ പേര് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞ സംഭവം ഇത് പല്ലിൻ്റെ സാധാരണ നമുക്ക് മനുഷ്യർക്ക് പല്ലിനെന്തോ യൂസ് ചെയ്യണ പെയിൻ്റ് എന്തോ മരുന്നാണ് സംഭവം അത് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ പ്രാവൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടണമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളെ പ്രാവൾക്ക് ഏകദേശം മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞാൽ തന്നെ ഫുള്ള് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് റിസൾട്ട് പറയാം. എന്തായാലും മാറി കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ പറയുന്നതാണ്. പിന്നെ ഇനി ബാക്കി നമുക്ക് അടുത്തതിലേക്ക് നമ്മൾ കിടക്കാം. നമ്മളെ പ്രാവിനെ കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ ഈ സെറ്റിൻ്റെ കുഞ്ഞന്മാരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പോൾ 2 കുഞ്ഞന്മാർ ഇറങ്ങി. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വേറെ 2 സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുഞ്ഞുങ്ങളെ കൂടെ ഇടും. പക്ഷേ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാറ്റിയിട്ടതാണ്. അപ്പോൾ ഈ സെറ്റാണ് ഇപ്പോൾ നമ്മളെ സബ്ജക്ട് സെറ്റ്. അപ്പോൾ ഈ സെറ്റാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവർ കൊത്തുണ്ടാക്കുന്നുണ്ട്. സംഭവം ആളും നല്ല അഗ്രഷൻ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ പാമ്പൂച്ചിയായിട്ട് വരുന്ന മെയിലും നമ്മളെ ഈ സബ്ജ ഫീമെയിലും, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ സെറ്റ് എഗ് ഇട്ടാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ബിരിയാനായി തുടങ്ങിയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വിരിയും. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ഈ 2 സെറ്റാണ് നമ്മളെ കയ്യിൽ. 2 നല്ല സെറ്റാണ്. നമ്മൾ കൂടുതൽ പ്രാവൊന്നും നമ്മളെ കയ്യിൽ വെച്ചില്ല, കാരണം ഉള്ളത് നല്ല പ്രാവായാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് പോണേ. സംഭവം ഇവരെന്താ അറിയില്ല, അത്യാവശ്യം അടിപിടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്താന്ന് നമുക്കറിയില്ല. അപ്പം ഇപ്പം ഇതാണ് നമ്മളെ പ്രാവിൻ്റെ ഇതൊക്കെ വരുന്നത്. ഇങ്ങനെ നമ്മൾ പറവകൾ പറക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനും കൂടി നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പോൾ നമ്മളെ പ്രാവള്. 2 പ്രാവളും പറക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടോപ്പിൽ ഇനിയിപ്പോൾ എത്ര പേരും പറഞ്ഞിന്, ഇപ്പോൾ അത്യാവശ്യം താന്ന് തുടങ്ങിന്. അപ്പോൾ ഇവരെ നമുക്ക് വല്ലാണ്ട് ടൈമാക്കാൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഫസ്റ്റ് ചുറ്റിക്കൽ നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് കറക്റ്റ് പ്രാവ് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് അത്യാവശ്യം റിസൾട്ടുള്ള വേർഡുകൾ തന്നെയാണ്. അപ്പോൾ അന്ന് 2 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് പ്രാവുകൾ പറഞ്ഞു തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പ്രാവളെ വല്ലാണ്ട് വിടാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമുക്ക് ഓരോ ഫംഗ്ഷനും അതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായി. ഏകദേശം 4 ദിവസത്തോളം നമ്മൾ അതിൻ്റെ തിരക്കിൽ തന്നെ ആയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിടാൻ നിന്നപ്പോഴാണ് നമ്മളെ പ്രാവൾക്ക് ഏകദേശം മോൾട്ടിങ്ങിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ മോൾട്ടിങ് ആയി കഴിഞ്ഞാൽ തൂവൽ കൊയ്ച്ചിലൊക്കെ വരും. അപ്പം സംബന്ധം എന്താ വെച്ചാൽ മോൾട്ടിങ് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഉള്ള പഴയ വിരിഞ്ഞ ടൈമിലൊക്കെയുള്ള ആ ഉള്ള തൂവലുണ്ടാവും. ആ ഉള്ള തൂവൽ കൊഴിഞ്ഞ് പോയിട്ട് പിന്നെ പുതിയ തൂവൽ അവിടെ വളരുക. അപ്പോൾ അതാണ് ആ ടൈമിൽ പ്രാവളെ വിട്ടാൽ പ്രാവളെ പറക്കാൻ ചാൻസ് ഇല്ല. അതേ ടൈമിൽ ആ ടൈമിൽ ആരും പ്രാവിനെ പറത്തിക്കില്ല. അപ്പോൾ ഇത് ഏകദേശം മോൾട്ടിങ് സ്റ്റേജൊക്കെ ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രാവളെ വിട്ടപ്പം പ്രാവള് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പറക്കണുണ്ട്. സംഭവം നല്ല ടോപ്പ് കയറിന് കേട്ടോ, നല്ല ടോപ്പ് കയറിന്. ടോപ്പ് കയറിയിട്ട് ഇപ്പം ഏകദേശം താന്ന് തുടങ്ങിന്. സംഭവം നല്ല സാധാരണ നല്ല ചൂടാണ് ഉണ്ടാവില്ല. അപ്പം സാധാരണ അപ്പോൾ നമുക്ക് വിട്ടാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്, കാരണം ഭയങ്കര ചൂടാണ്. പ്രാവുകൾക്ക് അത്ര സഹിക്കാനും കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വെയിലൊക്കെ കുറഞ്ഞണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൂടും കുറഞ്ഞാണ്. അപ്പോൾ പ്രാവളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഒന്നാമെന്താ വെച്ചാൽ നമ്മളാ സബ്ജ കുഞ്ഞ് 2 കള്ളിയായിട്ടുള്ളൂ. അപ്പം ഫുള്ള് കുഞ്ഞന്മാരാണ്. കുറച്ച് കഴിഞ്ഞാൽ ആകുമ്പോഴത്തെ ഏകദേശം അവർ ഈ നമ്മൾ ഈ വെയിലൊക്കെ ആയിട്ട് അറ്റാച്ച് ആയി തുടങ്ങിയാൽ ഓക്കെ ആവും. പിന്നെ അത്യാവശ്യം വെയിലത്തൊക്കെ പറക്കണതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അത്രയും നല്ല വെയിലത്തും നല്ല മഴത്തൊക്കെ പറക്കണ പ്രാവാണ്. അതാണ് ഏറ്റവും പ്രോപ്പർ പ്രാവ്. അതാണ് നല്ല പറവ പ്രാവ്. അങ്ങനെ മഴത്തും വെയിലത്തും നന്നായിട്ട് പറക്കണ പ്രാവാണ് ആ ഒരു നല്ല പറവ പ്രാവ്. അപ്പോൾ ഇവരിപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കുന്നുണ്ട്. അപ്പം അതിൽ ഏകദേശം വെള്ളം ഏകദേശം 5-6 ഏകദേശം ആ കള്ളിയായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പറഞ്ഞ ആ സബ്ജ നമ്മളെ ഒന്ന് സബ്ജ കുഞ്ഞാണ്. അപ്പോൾ അത് കറക്റ്റ് പറയണേ 2 കള്ളിയായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പ്രാവള് വരുന്നത്. അപ്പം ഇപ്പോൾ മോൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പറത്തിക്കുകയാണ്. അപ്പോൾ നമ്മളെ ലോഫ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിന്. അപ്പം എന്താണ് നമ്മളെ ലോഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത്. ഇതിൻ്റെ അടിയിലാണ് നമ്മളെ സെറ്റൊക്കെ നമ്മളെ കുഞ്ഞന്മാർ നമ്മളെ കൂടൊക്കെ അവിടെ തന്നെയാണ് അടിയിലാണ് വരുന്നത്. അപ്പം കൂട് അടിയിലാണ് വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിനി ആദ്യത്തെ വീഡിയോയിൽ തന്നെ. അപ്പോൾ ഇതാണ് നമ്മളെ നെറ്റും കൂടി ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിനി.
അപ്പോൾ നമ്മൾ ചെറിയ സെറ്റപ്പാണ്, വലിയതൊന്നുമില്ല. അപ്പോൾ കുറഞ്ഞ ചിലവ് നമ്മൾ ചെയ്യണേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാവണൊക്കെ ഇതാക്കി ഇങ്ങനെ നമ്മൾ ടൈമാക്കാൻ നിൽക്കണം ഏകദേശം. അപ്പോൾ എന്താവുന്നൊന്നും നമുക്കറിയില്ല. അപ്പം പ്രാവള് ഏകദേശം കൊട്ടിടുന്നതുകൊണ്ട് താവുന്നുണ്ട്, പിന്നെയും പൊന്തും, പിന്നെയും താവും പൊന്തും, അങ്ങനെ ആ രീതിയിലാണ് ഏകദേശം പറക്കണത്. അത് കുഴപ്പമില്ലാത്ത നല്ല പറവിനെ അങ്ങനെ തന്നെയൊക്കെ മതി. സംഭവം ഏറ്റവും നല്ല പൊട്ടിലേക്ക് പറക്കണ പറവുകളുണ്ട്, പക്ഷെ നമുക്കത് വേണ്ട. അതാണ് അത് വേണ്ടാത്തത് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ടോപ്പ് പോയി പറക്കും, നമുക്ക് കാണൂല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വല്ല ടൂർണമെൻറ്റിന് വിടുകയാണെങ്കിൽ ആ പ്രാവുകൾ ടോപ്പ് കയറി പറക്കും. പിന്നെ ഇപ്പോൾ അമ്പയർക്ക് നമുക്ക് ആ പ്രാവിനെ കാണിച്ചു കൊടുക്കാനും കഴിയില്ല, വേണ്ട സമയത്ത് നമുക്ക് ആ പ്രാവിനെ കാണൂല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് ഒരു മീഡിയം പറവ, അതാണ് ഏറ്റവും നല്ലത്. അപ്പം ആ രീതിയിൽ ഇപ്പോൾ നമ്മളെ പ്രാവുകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണിച്ചു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 2 കുഞ്ഞന്മാരും വിരിഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ക്യാങ്കർ വന്ന ആ കുഞ്ഞന്മാരെ നമുക്ക് രക്ഷപ്പെടുന്നു പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങളാരും ഇപ്പോൾ ആ മരുന്ന് കൊടുക്കാതെ നിൽക്കട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ആരും മാക്സിമം കൊടുക്കാതെ നിൽക്കുക. കാരണം നമ്മൾ റിസൾട്ട് നമ്മൾ പറയും, ഏകദേശം കമൻറ്റ് ബോക്സിൽ പറയും. നിങ്ങൾക്ക് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവും വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് നോക്കുക, നമ്മൾ റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ നമ്മൾ പറയണതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞന്മാരെന്ത് സംഭവിച്ചാൽ നമ്മളല്ല അതിന് ഉത്തരവാദിത്തമാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഇടാം. ഒന്നെങ്കിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും കൊടുത്തോളി. അപ്പോൾ എന്ത് ക്യാങ്കർ ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെയാണ്, അസുഖം മാറിക്കോളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്താണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഇനിയിപ്പോൾ ആ 2 കുഞ്ഞന്മാർ ഇറങ്ങി. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സെറ്റിൽ 2 മുട്ട ഇട്ടിരിക്കണ്ടേ. അപ്പോൾ അതും കൂടി വിരിഞ്ഞതിന് നമ്മൾ ഏകദേശം കുഞ്ഞന്മാരെ എടുക്കണത് നമ്മൾ നിർത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ കുഞ്ഞന്മാരെ എടുത്താൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുഞ്ഞന്മാരെ നിർത്തും ചെയ്യാണ് എടുക്കണത്. അപ്പോൾ അങ്ങനെയാണ്. കാരണം അതിൻ്റെ ആ സെറ്റ്, ആ വെള്ള സെറ്റ്, സബ്ജക്ട് സെറ്റ് അല്ലാത്ത സെറ്റ് നമുക്ക് എന്താ റിസൾട്ട് ഒന്നും നമുക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ഫസ്റ്റുള്ള സെറ്റാണ്, എന്താണ് മീൻസ് ഫസ്റ്റ് ആദ്യമായിട്ട് ഇട്ട സെറ്റാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ പറഞ്ഞു നോക്കിയാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അതിൻ്റെ മെയിൽ അത്യാവശ്യം നല്ല പറയുകയാണെങ്കിൽ ഫീമെയിലിൻ്റെ കേസാണ് നമുക്ക് എന്താ അറിയാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ വരുന്നത്. അപ്പം നമ്മളെ ലാസ്റ്റൊക്കെ നമ്മൾ കാണിച്ച് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണ്, അപ്പം നമ്മൾ പ്രാവുകൾ ഇപ്പോഴും പറക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പറക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളതേപോലെ തന്നെ നമ്മൾ പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരാം. അപ്പം എല്ലാവരും മാക്സിമം പറത്തുക, നല്ല സമയം കുറിക്കുക, ടൂർണമെൻറ്റിനൊക്കെ വിടുക. നമുക്ക് എന്താണ് നമ്മളെ അവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്, എല്ലാവരും നല്ല സമയം കുറിക്കുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാൻ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ ഗൈസ്.